അസ്സലാമു അലൈക്കും. അബ്ദുല്ല കാസോടാണ്. ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന എൻ്റെ സഹോദരന്മാരെല്ലാവരും കാണണം. പ്രത്യേകിച്ച് നമ്മൾ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ. ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. അതിൽ ഞാനെല്ലാം ചുരുക്കി പറയാൻ ആഗ്രഹിക്കുന്നത്. കാരണം മുസ്ലിം ലീഗ് 1948 രൂപീകരണ സമയത്ത് ഇതേ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറഞ്ഞിരുന്നു, നിങ്ങളൊരു പാർട്ടിയോ കൊടിയൊന്നും ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് വേണമെന്നൊക്കെ നമ്മൾ തരും. നെഹ്റു എന്ന് പറഞ്ഞതാണ്. പക്ഷെ അന്ന് കേൾക്കാതെയാണ് അന്ന് നമ്മുടെ ലീഗിൻ്റെ അന്നത്തെ ദീർഘദൃഷ്ടിയുള്ള നേതാക്കന്മാർ കൊടിയുണ്ടാക്കിയതും ലീഗിനെ ഉണ്ടാക്കിയതൊക്കെ. അതിനുശേഷം ഈ കൊടി മുസ്ലിം ലീഗ് എന്നുള്ള പേരിൽ അറിയപ്പെടാൻ പാടില്ല, മുസ്ലിംസിൻ്റെ പേരിൽ പറയാൻ പാടില്ല എന്നുള്ള രൂപത്തിൽ മുസ്ലിംസിൻ്റെ ശത്രുക്കളായ ആളുകൾ 2 പ്രാവശ്യം കോടതിയിൽ കേസ് കൊടുത്തു. മുസ്ലിം ലീഗ് എന്നുള്ളത്, അതുപോലെ തന്നെ പാകിസ്ഥാൻ്റെ ചന്ദ്രക്കലയുള്ള കൊടി അത് നിരോധിക്കണമെന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ സുപ്രീം കോടതി അന്ന് പറഞ്ഞത്, ഇത് ഇവരെ പേരിലല്ല നമ്മൾ അറിയപ്പെടേണ്ടത്, അവർ നയമെന്ത്, അവരെന്താണ് പ്രവൃത്തി, എന്താണ് അവരെ ആശയം, എന്തിനു വേണ്ടിയാണ് അവർ നിലകൊള്ളുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളഞ്ഞതാണ്. അപ്പോൾ BJP RSSനെ പോലത്തെ ആളുകൾക്ക്, ലീഗിൻ്റെ കൊടി കണ്ടുകൂടാത്ത ആളുകൾ കൊടുത്ത കേസ് പോലും സുപ്രീം കോടതി തള്ളിയ നിലക്ക് കോൺഗ്രസ് എന്നറിയുന്ന നേതൃത്വം അതിനെ ഇന്ത്യയിൽ നിരോധിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാകുന്നത്, അതായത് മുസ്ലിങ്ങൾ ഇവർക്ക് ഘട്ടം ഘട്ടമായിട്ട് എങ്ങനെ നശിപ്പിക്കാനും പരാജയപ്പെടുത്താനും പറ്റും എന്ന് RSSനേക്കാൾ കൂടുതലും ചിന്തിക്കുന്ന ഇവർ എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. കാരണം ഈ നമ്മുടെ ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഒരു 4 മാസം മുമ്പ് പറഞ്ഞു, വയനാട്ടിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകിച്ചിട്ട് ആലോചിച്ചിട്ട് പോകണം എന്ന് പറഞ്ഞ് മുന്നേ സൂചന. അത് പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ, ഒന്ന് ലീഗിനൊരു സീറ്റ് കിട്ടാനുള്ള സാധ്യത അത് പ്രതീക്ഷയുണ്ട്. മറ്റൊന്ന് വെച്ചെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഈ പച്ചക്കൊടിയൊക്കെ കണ്ടിട്ട് വടക്കേ ഇന്ത്യയിലൊക്കെ വിജയം കരസ്ഥമാക്കിയിട്ട് ആ വിജയത്തിന് ശേഷം ചർച്ച ചെയ്ത് അറിഞ്ഞു നോക്കുമ്പോഴേക്ക് ഈ കൊടിയൊക്കെ അവിടെ കാണിച്ചിട്ട് പാകിസ്ഥാനിൻ്റെ ആളുകളുള്ള സ്ഥലത്ത് രാഹുൽ ഗാന്ധി പോയി മത്സരിക്കുന്നത്, അത് ഇവിടുത്തെ മുസ്ലിങ്ങളെ വളർത്താനും വേണ്ടിയും ഈ ഹിന്ദുക്കളെ സ്നേഹിക്കാതെ കണ്ട് മുസ്ലിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാനും മുസ്ലിങ്ങളെ വളർത്താനും എന്നൊരു രാജ്യം മുസ്ലിം രാഷ്ട്രം ഉണ്ടാക്കാനും അതിനുള്ള സാഹചര്യം ഉണ്ടാക്കാനും രാഹുൽ ഗാന്ധി പ്രവർത്തിക്കുന്നത്, അല്ലാണ്ട് ഇന്ത്യക്കാരെ സംരക്ഷിക്കാനും ഹിന്ദുക്കളെ സംരക്ഷിക്കാനും അല്ല എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചിട്ട് അവിടെ വർഗീയത ഉണ്ടാക്കിയിട്ട് വോട്ട് പിടിച്ചു എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് കുഞ്ഞാലിക്കുട്ടി പറയാൻ കാരണം, ഒരു സീറ്റിന് നമുക്ക് അവകാശമുണ്ട് ഒന്നത്. മറ്റൊന്നാണെങ്കിൽ ഇനി രാഹുൽ ഗാന്ധി അവിടെ മത്സരിച്ചാൽ അങ്ങനെ ചർച്ചയ്ക്കുള്ള വഴി ഉണ്ടാകാൻ പാടില്ല എന്ന് അത് ഉദ്ദേശിച്ചാണ് കുഞ്ഞാലിക്കുട്ടി അങ്ങനെ പറഞ്ഞത്. പക്ഷേ ഇവർ എന്ത് ചെയ്തു, നിർബന്ധമായിട്ട് തർക്കം പിടിച്ചുകൊണ്ട് തന്നെ അവർ വയനാട് രാഹുൽ ഗാന്ധി മത്സരിക്കേ പറ്റൂ എന്ന് കോൺഗ്രസ് തീരുമാനമെടുത്തു. ഇതൊക്കെ ഇവരൊരു ഒളി അജണ്ടയാണ്. കാരണം മുസ്ലിം ലീഗ് മുസ്ലിംസിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ മുസ്ലിമിൻ്റെ പച്ചക്കൊടി കൊണ്ടൊന്നും വളരാൻ പാടില്ല എന്ന് RSSനേക്കാൾ നിർബന്ധം ഇവർക്ക് നമുക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട്. ഈ പറയാനുള്ള കാരണം വെച്ചെങ്കിൽ, മുൻകാലങ്ങളിൽ നെഹ്റു അങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു ആദ്യം, അന്ന് നമ്മൾ കേട്ടിട്ടില്ല. അന്ന് മുതൽ ഇന്ന് വരെക്ക് ഈ മുസ്ലിങ്ങളെ തകർത്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത് ഇപ്പം പള്ളി പൊളിഞ്ഞതിന് ശേഷമാണ് മനസ്സിലാകുന്നത് കോൺഗ്രസിൻ്റെ മുസ്ലിങ്ങളുള്ള സമീപനം യഥാർത്ഥത്തിൽ ഉള്ളെന്ത് പുറത്തുന്നത്. അതാണ് കോൺഗ്രസിൽ നിന്ന് മൂലക്കിരിക്കേണ്ടി വന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. അപ്പം ഞാനിത് പറയാനുള്ള കാരണം വെച്ചെങ്കിൽ, CH മുഹമ്മദ് കോയ സാഹിബ് സ്പീക്കറാക്കണോ എന്ന് പറയുമ്പോൾ പറഞ്ഞത് തലയിൽ തൊപ്പിയെടുക്കണമെന്ന് പണ്ട് ഈ കോൺഗ്രസ്സുകാർ പറഞ്ഞത്. ഇതെല്ലാം നമ്മൾ ഒന്ന് കൂട്ടി വായിച്ചു നോക്കണം. ഇപ്പോൾ അടുത്ത കാലത്ത് തിരുവനന്തപുരത്ത് ഒരു പച്ചക്കൊടി കെട്ടുമ്പോൾ കോൺഗ്രസ്സുകാരന് പച്ചക്കൊടി കയ്യിൽ നിന്ന് വലിച്ചെറിഞ്ഞ് ലീഗുകാരനോട് പറഞ്ഞ് അത് കൊണ്ട് പാകിസ്ഥാനിൽ കെട്ടുന്നു, ഇക്കൊടിയുടെ വേണ്ടാന്ന്. ഇത് നമുക്ക് ചിന്തിക്കാനുള്ള കാര്യം. ഇപ്പോൾ രാഹുൽ ഗാന്ധിയായിട്ട് മത്സരിക്കണ്ട എന്ന് പറഞ്ഞ സ്ഥലത്ത് മുൻകാലങ്ങളിൽ അവിടുത്തെ മുസ്ലിം ലീഗിൻ്റെ ഓരോ പ്രവർത്തകയിലും ഉണ്ടായ പച്ചക്കൊടി ഇപ്പോൾ രാഹുൽ ഗാന്ധി ഇന്നലെ റോഡ് ഷോ നടത്താൻ വന്ന സമയത്ത് ഒരൊറ്റ മുസ്ലിം ലീഗിൻ്റെ പതാകയും പാടില്ല എന്നാക്കി മാറ്റി, കാണിക്കാൻ പാടില്ല പുറത്ത് നിന്ന്. അതായത് വടക്കേ ഇന്ത്യയിൽ കഴിഞ്ഞ പ്രാവശ്യം പ്രചരണം നടത്തിയ ആ ഭവിഷ്യത്തിൻ്റെ വരാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനമാക്കിയതും അങ്ങനെ ലീഗിൻ്റെ ഒരു കൊടിയില്ലാണ്ടാക്കിയത്.
അപ്പോൾ യഥാർത്ഥത്തിൽ RSS ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇവർ നടപ്പിൽ വരുത്തുന്നതിൻ്റെ അർത്ഥം തന്നെയല്ലേ. കാരണം സുപ്രീം കോടതി പോലും അവരെ നയത്തിലാണ് നോക്കുന്നത്, അവരെ പേരിലല്ല നമ്മൾ നോക്കുന്നുള്ളത്. അവരെന്താണ് നയം, അവരെന്തിനു വേണ്ടി പ്രവർത്തിക്കുന്നത് നോക്കിയിട്ടാണ് നമുക്ക് തീരുമാനിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് സുപ്രീം കോടതി 2 പ്രാവശ്യം തള്ളി കേസ്. അങ്ങനെ കൊടി ഇവിടെ നിരോധിക്കാൻ സാധിച്ചിരുന്നില്ല. ആ കൊടിനെ കോൺഗ്രസ് ലീഗിൻ്റെ നേതാക്കന്മാരെ പുല്ലുവില വെച്ചുകൊണ്ട് അവർക്ക് മത്സരിക്കാൻ വരാനായിട്ട് സീറ്റും കൊടുത്തില്ല. എന്നിട്ടോ ഇപ്പം മുസ്ലിം ലീഗിൻ്റെ കൊടി കാണിക്കാതെ തന്നെ, കൊടി ഇല്ലാതെ തന്നെ അതേ മുസ്ലിം ലീഗിൻ്റെ വോട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്ത് കോൺഗ്രസ്സുകാർ ഇപ്പോൾ കൊടി ഇല്ലാതെയാക്കി. ഭാവിയിൽ ഇവർ ഭരണത്തിൽ വന്നാൽ ചിലപ്പോൾ ഈ മുസ്ലിം ലീഗിൻ്റെ കൊടി ഇവിടെ ഉണ്ടാവുമെന്ന് പറഞ്ഞോ. ഇവരെ യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്ന എല്ലാ നയങ്ങളും നോക്കുമ്പോഴും 10 കൊല്ലം വരെ, ഇപ്പോൾ 10 കൊല്ലത്തിൻ്റെ അകത്ത് ഈ നരേന്ദ്രമോദി കൊണ്ടുവന്നപ്പോൾ എല്ലാ തീരുമാനങ്ങളും പാസ്സായി എന്നുള്ളതാണ്. എല്ലാം പാസ്സാക്കാൻ പറ്റിയത് കാരണം എന്ത്, ഇവർക്ക് അങ്ങനത്തെ ഒരു താല്പര്യം ഉണ്ടായിട്ടില്ല എന്നെ പരാജയപ്പെടുത്താൻ. പിന്നെയോ ഇപ്പോൾ RSSകാർ നിരോധിക്കാൻ കഴിയാത്ത കൊടി പോലും നിരോധിച്ച രൂപത്തിലായിട്ട് മാറിയിപ്പോൾ. കാരണം സുപ്രീം കോടതി പോലും നിരോധിച്ചിട്ടില്ല. ഇപ്പോൾ കോൺഗ്രസിനെ കൊണ്ട് എന്ത് സാധിച്ചു, അവർ തർക്കം ഷാഢ്യം പിടിച്ചുകൊണ്ട് വയനാട് മത്സരിക്കുകയും ചെയ്തു, മത്സരിക്കാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്തു. മുസ്ലിം ലീഗിൻ്റെ ഒരൊറ്റ പതാക പാടില്ല എന്നുള്ള അന്തരീക്ഷത്തിൽ ആ സ്വഭാവത്തിലേക്ക് ആക്കി മാറ്റി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഈ മുന്നേ പറഞ്ഞ പോലെ തൊപ്പിയിരിക്കാൻ പാടില്ല സ്പീക്കറാക്കണമെങ്കിൽ എന്ന് പറഞ്ഞ കോൺഗ്രസ്, തിരുവനന്തപുരത്ത് നിന്ന് കൊടി വലിച്ച് കയറ്റിയിട്ട് പാകിസ്ഥാനിൽ കെട്ടാൻ വേണ്ടി പറഞ്ഞ കോൺഗ്രസ്, ഇപ്പം ഈ കൊടി ഇല്ലാതാക്കിയ കോൺഗ്രസ്, മുസ്ലിം ലീഗിന് സീറ്റ് തരാമെന്ന് പറഞ്ഞ് ലാസ്റ്റ് മൂഞ്ചിക്കുമെന്ന് പറഞ്ഞ ഈ കോൺഗ്രസ്, ഈ കോൺഗ്രസ് എൻ്റെ ഭാവിയിൽ ഭരണം കിട്ടിയാൽ ഇന്ത്യ രാജ്യത്തുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഉള്ള 26 പാർട്ടികൾ കൂടിയ ഒരു ഇന്ത്യ സഖ്യം എന്ന് പറയുന്നത് ഇതിൽ എല്ലാവരും മുസ്ലിങ്ങളെ സ്നേഹിക്കുന്നവരൊന്നല്ല. RSSൻ്റെ ആശയമുള്ള പല പാർട്ടികളും അതിലുണ്ട്. ഈ കോൺഗ്രസ് ഭരണത്തിൽ വന്നാൽ ഇവർക്ക് എന്തെങ്കിലും മുസ്ലിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ പറ്റുമെന്ന് നമുക്കായിട്ട് തോന്നുന്നു. യഥാർത്ഥത്തിൽ അവരെ കാര്യത്തിനനുസരിച്ച്, അവരെ പിന്നെ സ്വാധീനത്തിനനുസരിച്ച്, അവരെ നയത്തിനനുസരിച്ചല്ലേ ഇനി കോൺഗ്രസ്സിന് എന്നിവ ഭരണം കിട്ടിയാൽ തന്നെ അവർക്ക് ഭരിക്കാൻ പറ്റുള്ളൂ. 26 പാർട്ടിക്കാർ പറയുന്നതൊക്കെ കേൾക്കണ്ടേ. അപ്പം മുസ്ലിങ്ങൾക്ക് കോൺഗ്രസ്സിന് എൻ്റെ അടുത്ത കാലത്തൊന്നും സുരക്ഷിതത്വമുണ്ട് എന്ന് നമ്മൾ വിചാരിക്കേണ്ട. അതാണ് ഇവർ ഈ കോൺഗ്രസ് നമ്മൾ കേരളത്തിൽ കാണിച്ച ഇതിപ്പോൾ കാണുന്നുള്ളത്. ലീഗിന് ഒരു അർഹതപ്പെട്ട ഒരു സീറ്റ് കിട്ടേണ്ടതായിരുന്നു. അത് സുധാകരൻ മത്സരിക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ കണ്ണൂർക്ക് മത്സരിച്ചു. മറ്റടുത്ത് രാഹുൽ ഗാന്ധി മത്സരിക്കും എന്ന് പറഞ്ഞിട്ട് അവിടെ നിർബന്ധമായിട്ട് മത്സരിച്ചു. വേണുഗോപാലിന് മത്സരിക്കുന്നു പറഞ്ഞിട്ട് ഇപ്പോൾ വേണുഗോപാലിന് മത്സരിക്കും. ഈ 3 സീറ്റും ഒഴിഞ്ഞു നിന്ന രൂപത്തിലുണ്ടായിരുന്നു. അതിൽ ഏതെങ്കിലും ഒരു സീറ്റ് ലീഗിന് കൊടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഈ കോൺഗ്രസ് ഇതുവരെ കേരളത്തിൽ 14 ജില്ലയിലും മുസ്ലിം ലീഗ് മത്സരിച്ചിട്ട് പരാജയപ്പെട്ടല്ലാണ്ട് ഈ പൊന്നാനി എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിൽ മാത്രം നിങ്ങൾ ഒതുങ്ങി നിന്നാൽ മതി എന്ന് ഇപ്പം നിലവിൽ കോൺഗ്രസ് തീരുമാനിച്ചു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കേണ്ടത്. ഇവർ ചതിയന്മാർ, RSSനേക്കാൾ വലിയ ചതിയന്മാരാണ് കോൺഗ്രസ്. ഞാൻ ഈ പറഞ്ഞതൊന്നും വെറുതെ എന്നല്ല, എൻ്റെ ലീഗിൻ്റെ യുവാക്കളോടും സ്നേഹിതന്മാരോടും അതുപോലെ തന്നെ നേതാക്കന്മാരോട് പറയാനുള്ളത്, ഈ മുസ്ലിം ലീഗിനെ ഇവർ വഞ്ചിക്കുക എന്നുള്ളത്. അതുകൊണ്ട് നമ്മൾ ശരിക്കും ഇവിടുന്ന് മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ഭാവിയിൽ ഈ ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ ചിലപ്പോൾ ഇനി ഈ RSS ഇന്ന് ചെയ്യുന്നതല്ല, ഇതിനേക്കാൾ കോൺഗ്രസിന് ഭരണം വന്ന് ചിലപ്പോൾ ഇതിനേക്കാൾ വലിയ വിഷമമായിരിക്കും മുസ്ലിങ്ങൾക്ക് പോകുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. വോട്ട് കൊടുക്കുന്നവർ, ഇവർക്ക് വോട്ട് കൊടുക്കുന്ന യുവാക്കളും വോട്ടർമാരാണ് ഇതിന് എന്ത് പോകുമ്പോഴേ എന്നുള്ളത്. കാരണം എല്ലാ കോൺഗ്രസിൻ്റെ നിലപാടും ഇന്ന് 10 കൊല്ലത്തിനുള്ളിൽ കണ്ട എല്ലാം BJPക്കാർ എന്ത് പാസ്സാക്കുന്നോ അതൊക്കെ പാസ്സാകുന്നതല്ലാതെ ഏതെങ്കിലും ഒന്ന് പരാജയപ്പെടുത്തിയായിട്ട് നിങ്ങൾ കോൺഗ്രസിൻ്റെ നയത്തിൽ നിങ്ങൾ കണ്ടിന്യൂ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് കോൺഗ്രസും RSSും രണ്ടും ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളിൽ നിന്ന് മനസ്സിലാക്കുക. എന്നോട് ആരും വിദ്വേഷം വയ്ക്കൊന്നും വേണ്ട, ഞാൻ ഉള്ളു തുറന്നു പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ശരിക്കും ചരിത്രത്തിലേക്ക് പോയാൽ കാണും. വോട്ടർമാർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കിനെ അവിടെ നിർത്തുന്നു. അടുത്ത വീട്ടിൽ കാണുന്നവർക്ക് എല്ലാവർക്കും ജയ് ഹിന്ദ്.